Hello everyone, welcome to Maths with Deepak Krishna. So ratio and proportion part 2 വീഡിയോ ആണ് കമ്പൈനിങ് റേഷ്യോസ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവരാണെങ്കിൽ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് സെക്കൻഡ് പാർട്ട് കാണുക. അതോടൊപ്പം ലാസ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മൾ പെർസെൻറ്റേജസും കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്, അപ്പോൾ അതും കാണാത്തവരാണെങ്കിൽ അതും കാണുക. ഓക്കെ, അപ്പോൾ ഈ കമ്പൈനിങ് റേഷ്യോസിൽ അതായത് ഇപ്പം A:B is equal to 2:3 എന്ന് വന്നിട്ടുണ്ട്. ഇനി B:C എന്ന് പറയുന്നത് രണ്ടാമതൊരു റേഷ്യോയും കൂടെ തരുന്നുണ്ട്. ഇറ്റ് ഈസ് 3:5 എന്ന് പറയുന്നുണ്ട്. 3:5 നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് A:B:C. A:B:C ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് റേഷ്യോസിലും കോമൺ ആയിട്ടുള്ള ആരാണ്? ബി ആണ്. A:B യും B:C. അപ്പോൾ കോമൺ ആയിട്ടുള്ള ബി രണ്ടിടത്തും എന്താണ് വാല്യൂ എന്ന് നോക്കുക. ഇവിടെ 3 ആണ്, ഇവിടെയും 3 ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? രണ്ടും സെയിം ആണ്. രണ്ടും സെയിം ആണെങ്കിൽ നമുക്ക് ഒറ്റ ഇതിൽ തന്നെ റേഷ്യോ കമ്പൈൻ ചെയ്ത് എഴുതാം. ഇറ്റ് ഈസ് A:B:C എന്ന് പറഞ്ഞാൽ 2:B3 ആണ്, C5 ആണ്. 2:3:5 എന്ന് എഴുതാം, രണ്ടും സെയിം ആണെങ്കിൽ. ഇനിയിപ്പോൾ സെയിം അല്ല, രണ്ടും ഡിഫറെൻ്റ് ആണെന്ന് വെക്കുക. A:B എന്ന് പറയുന്നത് A:B is equal to 2:3. ഇനി B:C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 6:5 എന്ന് വെക്കുക. A:B:C കാണണം. ഓക്കെ, A:B:C. അപ്പോൾ ഇവിടെ എന്താണ്? രണ്ടിടത്തും കോമൺ ആയിട്ടുള്ളത് ബി ആണ്. ബി ആണ് രണ്ടിടത്തും കോമൺ. പക്ഷേ ഇവിടെ എന്താണ്? ഇവിടെ 3 ആണ്, ഇവിടെ 6 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടും സെയിം ആക്കണം. സെയിം ആക്കണമെങ്കിൽ ഈ 3-ൻ്റെയും 6-ൻ്റെ LCM നോക്കുക. 3-ൻ്റെയും 6-ൻ്റെ LCM എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ ഇവിടെ ഈ 3നെ നമുക്ക് എന്താക്കണം? 6 ആക്കിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ 3 ആക്കിയാലും മതി. രണ്ട് സൈഡും ഡിവൈഡഡ് ബൈ 2 ചെയ്താലും പ്രശ്നമില്ല, 3 ആവും. അപ്പോൾ നമ്മുടെ ഉദ്ദേശം രണ്ട് സെയിം ആക്കണം. പക്ഷെ നമ്മൾ പിന്നെ എന്തിനാണ് ഇവിടെ 5/2 ഫ്രാക്ഷനിലോട്ട് പോകുന്നത്? അതുകൊണ്ട് നമ്മൾ ഈ 3നെ എന്ത് ചെയ്യുന്നു? 6 ആക്കുന്നു. നമ്മൾ പഠിച്ചു ഒരു റേഷ്യോയിൽ രണ്ട് സൈഡിലും ഒരേ ആളെ വെച്ച് മൾട്ടിപ്ലൈ അല്ലേ. ഈ 3 6 ആക്കണമെങ്കിൽ × 2 ചെയ്യുക, ഇവിടെയും × 2 ചെയ്യുക. അപ്പോൾ ഈ റേഷ്യോ എന്തായി? 4:6 ആയി. ഇതെന്താണ്? ഇറ്റ് ഈസ് 6:5. ഇപ്പോൾ ബി എന്ന് പറയുന്ന രണ്ടും എന്തായി? 6 ആയി. ഇനി കമ്പൈൻ ഒറ്റ ഇതിൽ നമുക്ക് എഴുതാം. A:B:C എത്രയായിരിക്കും? 4:6:5. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റേഷ്യോസ് കമ്പൈൻ ചെയ്യുന്നത്. സെയിം ഉള്ള ആൾക്കാർ ആരാണോ സെയിം ആയിട്ടുള്ള അവരെ സെയിം ആക്കിയിട്ട് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് A:C is equal to 2:3, B:C is equal to 4:5, then find A:B. A:B ആണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ A:C എന്ന് പറയുന്നത് 2:3, B:C എന്ന് പറഞ്ഞാൽ 4:5. ഇവിടെ കോമൺ ആരാണുള്ളത്? സി ആണുള്ളത് അല്ലേ. സി ആണ് കോമൺ. അപ്പോൾ ഇവിടെ സി എത്രയാണ്? ഒന്ന് 3യും ഒന്ന് 5ഉം ആണ്. അപ്പോൾ അതിനെ സെയിം ആക്കണം. ഇപ്പോൾ 3യും 5ൻ്റെ LCM 15 ആണ്. അതായത് 15 ആക്കണം. 15 ആവണമെങ്കിൽ ഈ ഇക്വേഷൻ എന്ത് ചെയ്യണം? × 5 ചെയ്യണം. ഈ റേഷ്യോന് × 5ഉം ചെയ്യണം, × 5. ഈ റേഷ്യോന് എന്ത് ചെയ്യണം? × 3ഉം ആക്കണം. 5 × 3 15. അപ്പോൾ ഇവിടെ 3 മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെയും 3 കൊടുക്കണം. ഇവിടെ 5 മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെയും 5 കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ ന്യൂ റേഷ്യോ എന്തായി മാറി? 10:15ഉം അടുത്ത എത്രയായിരിക്കും? B:C എന്ന് പറഞ്ഞാൽ 12:15. അപ്പോൾ A:B:C ചോദിച്ചാൽ എന്തായിരിക്കും? A:B:C. A എന്ന് പറഞ്ഞാൽ 10 ആണ്. സോ 10:, B എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 ആണ്. B എന്ന് പറയുന്ന ഈ ടേം ആണ്, ദാറ്റ് ഈസ് 12. സോ 12:15. A:B:C 10:12:15 ആണ്. ചോദിച്ചിട്ടുള്ള എന്താണ്? A:B ആണ്. സോ A:B എത്രയായിരിക്കും? 10:12. നമുക്ക് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? 5:6 എന്ന് വരും. 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 5:6 ഇതായിരിക്കും A:B. ഓക്കെ, ഇനി ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് വേറൊരു ട്രിക്കിലൂടെയും കൂടെയും ചെയ്യാം. കാരണം ഇത്രയും ഇങ്ങനെ × 2 സെയിം ആക്കി × 5 × 3 ചെയ്ത് സെയിം ആക്കിയിട്ടും ചെയ്യാം. അതല്ലെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് തന്നിട്ടുള്ളത് A:C ആണ്, B:C തന്നിട്ടുണ്ട്. A:B:C കണ്ടുപിടിക്കണമെങ്കിൽ ഇതാ ഇങ്ങനെ എഴുതുക. A:B:C എന്ന് എഴുതി. ഇനി ഫസ്റ്റ് തന്ന റേഷ്യോ A:C 2:3. അത് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതുന്നു. A:C ആണ്. ഓക്കെ, സി എന്ന് പറഞ്ഞാൽ ഇവിടെ വരും 3. രണ്ടാമത് തന്ന B:C എന്ന് പറഞ്ഞാൽ 4:5.
അപ്പോൾ അതിവിടെ എഴുതുന്നു 4:5. 4:5. കമ്പൈൻഡ് റേഷ്യോ A:B:C ഒന്നിച്ചെഴുതണമെങ്കിൽ, അല്ല സോറി, ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ സിക്ക് ഞാൻ സി എന്നാണ് എഴുതി, ഇവിടെ 5 ആണ്. 5. ഇപ്പോൾ കമ്പൈൻഡ് റേഷ്യോ A:B:C കാണണമെങ്കിൽ ഇത്രയും ചെയ്താൽ മതി. ഇതിൽ കോമൺ ആയിട്ട് ആരാണുള്ളത്? സി ആണ് അല്ലേ? ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ടുള്ളത് സി ആണ്. അപ്പോൾ ഇവിടെ രണ്ട് പ്ലേസ് വേക്കൻ്റ് ആണ്, ആരുമില്ല. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ആരാണോ കോമൺ ആയിട്ടുള്ളത് അയാളുടെ ആ വാല്യൂ എടുത്ത് ഇപ്പുറത്ത് എഴുതി കൊടുക്കുക. അതായത് ഫസ്റ്റ് റേഷ്യോ ഇതാണ്. അപ്പോൾ ഇവിടെ 3 ആണ് സിയുടെ വാല്യൂ. അപ്പോൾ ആ 3 ഇപ്പുറത്ത് എഴുതി കൊടുക്കുക. ഇവിടെ എന്ത് എഴുതുന്നു? ഇവിടെ 3 എന്ന് എഴുതുന്നു. ഇനി അടുത്തത് ഇവിടെ വേക്കൻ്റ് ആണ്, ഈ സ്പേസ് വേക്കൻ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? സിൻ്റെ ഈ റേഷ്യോയിൽ സി ആരാണ്? 5 ആണ്. അപ്പോൾ 5 ഇവിടെ എടുത്ത് എഴുതുക. സോ ഇവിടെ 5 എഴുതി. ഓക്കെ, മനസ്സിലായല്ലോ? കോമൺ ആയിട്ട് ആരാണോ ഉള്ളത് ആ വേക്കൻറ്റ് സ്പേസിൽ അവരുടെ റേഷ്യോൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ആ കോമൺ ഉള്ള ആളെ പിടിച്ച് എഴുതുക. ഇവിടെ എന്താണ്? 5 ഇവിടെ എഴുതി. ഇനി ചെയ്യേണ്ടത് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 × 5 10 10 4 × 3 12 3 × 5 15. അപ്പോൾ ഇതായിരിക്കും A:B:C 10:12:15. അത് തന്നെയല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയ 10:12:15. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സിമ്പിളായിട്ട് തോന്നുന്നത് ആ രീതിയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ A:B:C കിട്ടി. കണ്ടുപിടിക്കേണ്ടത് A:B ആണ്. സോ 10:12 ആയിരിക്കും ആൻസർ. അത് 2 വെച്ച് സിംപ്ലിഫൈ ചെയ്താൽ 5:6. റെഡി അല്ലേ? അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് നെക്സ്റ്റും ചെയ്യാം. A:B = 2:3, A:C = 3:4. ഫൈൻഡ് A:B:C. അപ്പോൾ A:B:C. A:B ആദ്യം തന്നിട്ടുണ്ട് 2:3. അടുത്ത വന്ന A:C ആണ് 3:4. അപ്പോൾ 3:C താഴെ എഴുതുക. ഇനി ഇതിങ്ങനെ ചെയ്യാം. ഇനി വേക്കൻ്റ് ആയിട്ടുള്ള പ്ലേസിൽ എന്ത് ചെയ്യുക? കോമൺ ആരാണ്? A ആണ് കോമൺ. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? ഫസ്റ്റ് റേഷ്യോയിൽ അവിടെ സീൻ്റെ അവിടെ 2 എഴുതണം. ഇവിടെ വേക്കൻ്റ് ആയിട്ടുള്ളത് അടുത്ത് എന്ത് എഴുതണം? ഈ 3 എഴുതണം. A ആണ് കോമൺ ഉള്ളത്. സോ അവിടെ 3 എഴുതി. ഇനി ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇത് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 3 6. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 3 9. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 4 8. അപ്പോൾ എത്ര വരും? 6:9:8. എളുപ്പമല്ലേ? അടുത്തത് x:y = 3:4 and y:z = 1:3. then x:y:z. അപ്പോൾ നമുക്ക് എഴുതാം x:y:z. ഫസ്റ്റ് റേഷ്യോ 3:4 x:y. അടുത്ത എന്താണ്? 1:3. അത് y:z ആണ്. 1:3. റേഷ്യോ കമ്പൈൻ ചെയ്യാം. കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്കും കോമൺ ആയിട്ടുള്ള എന്താണ്? വൈൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ 4 എഴുതി, ഇവിടെ 1 എഴുതി. മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 1 3, 4 × 1 4, 4 × 3 12. x:y:z എത്ര കിട്ടി? 3:4:12. റെഡി അല്ലേ? നെക്സ്റ്റ്, if P:2Q = 3:5 and R:2Q = 4:3, then P:2R. അപ്പോൾ 3 പേരെ ആദ്യം എഴുതുക. P:2Q:R. ഫസ്റ്റ് ഉള്ളത് P:2Q, ദാറ്റ് ഈസ് 3:5. അടുത്തത് R:2Q ആണ്. ശ്രദ്ധിക്കണം, R:2Q ആണ് 4:3. അപ്പോൾ തിരിച്ചെഴുതാം. R:2Q = 4:3. അങ്ങനെയാണെങ്കിൽ തിരിച്ച് പറയുമ്പോൾ Q:R എന്തായിരിക്കും? തിരിച്ചെഴുതിയാൽ മതി 3:4. അപ്പോൾ അവിടെ തെറ്റിക്കരുത്. അപ്പോൾ ഇവിടെ എഴുതുമ്പോൾ 3:4 എന്ന് എഴുതണം. ഇനി ഇത് കമ്പൈൻ ചെയ്യുക. കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്കും 3 കോമൺ ആയിട്ട് ഇവിടെ എന്താണ്? Q ആണുള്ളത്. അപ്പോൾ Qൻ്റെ വാല്യൂസ് അപ്പുറത്ത് എഴുതുക. ഇവിടെ എത്ര? 5 എഴുതും. ഇവിടെ എത്ര എഴുതും? 3 എഴുതും. മൾട്ടിപ്ലൈ ചെയ്യുക. 9:3 × 3 9, 5 × 3 15, 5 × 4 20. അപ്പോൾ എത്ര വരും? 9:15:20. ഇതായിരിക്കും P:2Q:R. കണ്ടുപിടിക്കാനുള്ള എന്താണ്? P:2R. സോ P:2R എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 9:20. P 9 ആണ്, R 20 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A:C = 1:5, B:C = 4:3. ഫൈൻഡ് A:B:C. A:B:C കാണണം. എന്തൊക്കെയുണ്ട്? ആദ്യത്തത് A:C ആണ് 1:5. നെക്സ്റ്റ് B:C, ദാറ്റ് ഈസ് 4:3.
അപ്പോൾ ഇവിടെ വേക്കൻറ്റ് സ്പേസിൽ എന്തൊക്കെ എഴുതാം? ഇവിടെ സി ആണ് കോമൺ, ഇവിടെ 5 എഴുതുന്നു, ഇവിടെ 3 എഴുതുന്നു. മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 3:20:15. സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് 4 പേരുണ്ട്. A:B = 2:3, B:C = 4:1, C:D = 2:5. ഫൈൻഡ് A:B:C:D. അപ്പോൾ ഇങ്ങനെ 4 വരുമ്പോൾ നമ്മൾ ഈ ട്രിക്ക് വെച്ചിട്ട് ഷോർട്ട് കട്ട് വെച്ചിട്ട് ചെയ്യുന്നതാണ് എളുപ്പം. ഇല്ലെങ്കിൽ നമ്മൾ 2 ഇക്വേഷൻസ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് 2 ഇതായിട്ട് ചെയ്യണം. അപ്പോൾ അത് കുറച്ചുകൂടെ ലെങ്തി ആയിട്ട് പോകും. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ആദ്യം കാണേണ്ടത് A:B:C:D. തന്നിരിക്കുന്ന ആളെയൊക്കെ എഴുതുക. ഫസ്റ്റ് വൺ ഇസ് 2:3, അതിവിടെ എഴുതി 2:3. അടുത്തത് B:C 4:1, 4:1. ഇനി നെക്സ്റ്റ് C:D, ദാറ്റ് ഈസ് ഈക്വൽ ടു 2:5, അത് 2:5. C:D is 2:5, 2:5. ഇനി റേഷ്യോസ് കമ്പൈൻ ചെയ്യുന്നത് ഇവിടെ നോക്കുക. ഇവിടെ കമ്പൈൻ ചെയ്യുന്നത് ഇത് കുറച്ചുകൂടെ സിമ്പിളാണ്. അതായത് നമുക്കിവിടെ 4 ഉണ്ടെങ്കിൽ ഇവിടെ വേക്കൻ്റ് ആയിട്ടുള്ള സ്പേസ് എന്ന് പറയുന്നത് ആരാണോ തൊട്ടടുത്തുള്ളത് അവരെ റിപ്പീറ്റ് ചെയ്ത് എഴുതുക. ഒന്നുകൂടെ ഞാൻ പറയാം, ആരാണോ തൊട്ടടുത്തുള്ളത് അവരെ റിപ്പീറ്റ് ചെയ്ത് എഴുതുക. അപ്പോൾ നമുക്ക് നോക്കാം. ഈ 2 വേക്കൻറ്റ് സ്പേസസ് ഉണ്ട്. അപ്പോൾ ഇവിടെ എഴുതണമെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ആൾ, തൊട്ടടുത്ത ആരാണ്? 3 ആണ്. അപ്പോൾ ഇവിടെ 2 3 എഴുതുക. ഇവിടെ 3, ഇവിടെ 3. ഇനി ഇതാ ഈ വേക്കൻറ്റ് സ്പേസിൽ തൊട്ട് ലെഫ്റ്റ് സൈഡിലുള്ള നോക്കുക. ഇവിടെ ആരാണുള്ളത്? 1 ആണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? തൊട്ടടുത്ത് ഇവിടെ 1 എഴുതുന്നു. ഇനി ഈ സ്പേസിൽ തൊട്ടടുത്ത് ആരാണെന്ന് നോക്കുക. ആ റോയിൽ തൊട്ടടുത്ത് ആരാണ്? 4 ആണ്. അപ്പോൾ ആ 4 അവിടെ എഴുതുക. ഇനി ഇവിടെ 2 വേക്കൻറ്റ് സ്പേസസ് ഉണ്ട്. തൊട്ടടുത്ത് ആരാണ്? 2 ആണുള്ളത്. ആ 2 അവിടെ രണ്ടിടത്തും എഴുതുക. 2, 2. ഇനി മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 2 × 4 × 2 എത്രയാണ്? 16. സോ ഇറ്റ് ഈസ് 16:2. ഇത് 3 മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 3 12, 12 × 2 24, 24:2. നെക്സ്റ്റ് 3 × 2 6, 5 × 3 15. അപ്പോൾ നമുക്ക് കിട്ടി A:B:C:D. അപ്പം ഇത് ഇങ്ങനെ 4 വരുമ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് വേക്കൻ്റ് ആയിട്ട് ആരാണോ ഉള്ളത് ആ സ്പേസിൽ അതങ്ങ് ഫില്ല് ചെയ്യുക. ആൻസർ ആവും. ഓക്കെ. നെക്സ്റ്റ്, if M:(n) is equal to 4:3, N:(O) is equal to 1:2, O:(P) is equal to 7:8, then M:(N:(O:)P. അപ്പോൾ ദാ MNOP, M:(N:(O:)P. ഫസ്റ്റ് തന്നിട്ടുള്ള M:(N), ദാറ്റ് ഇസ് 4:3. രണ്ടാമത് 1:2 ആണ്. N:(O) അതിവിടെ എഴുതി 1:2. നെക്സ്റ്റ് O:(P) എന്ന് പറഞ്ഞാൽ 7:8, 7:8. എല്ലാവരും എഴുതി. ഇനി നമ്മൾ വേക്കൻറ്റ് സ്പേസസ് ഫില്ല് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്തായി? ഇവിടെ 3 ആയി, ഇവിടെയും 3 ആയി. ഇവിടെ 2ൻ്റെ അടുത്താണ്. ഇവിടെ 2 എഴുതി. ഇവിടെ എന്തെഴുതും? 1 എഴുതും അല്ലേ? ഈ സ്പേസിൽ എന്തെഴുതും? 1. ഇനി നെക്സ്റ്റ് ഇവിടെ എന്താണ്? 7 ആണ് അടുത്തുള്ളത്. സോ 7, 7. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. 4 × 1 × 7 അപ്പോൾ എത്രയാണ്? 28. 3 × 1 × 7 21. 3 × 2 × 7 42. 3 × 2 6, 6 × 8 48. സോ ആൻസർ എന്തായിരിക്കും? 28:2, 21:2, 42:2, 48. ഓക്കെ. നെക്സ്റ്റ് A:(B) 2:3, B:(C) 6:7, C:(D) 14:3. ഫൈൻഡ് A:(B:C:D. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സെയിം ആണ്, നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. സ്വന്തമായിട്ട് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പം തന്നെ ചെയ്യുക. ഡു ഇറ്റ് നൗ, ഡു ഇറ്റ് നൗ. കാരണം സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റേഷ്യോസ് കമ്പൈൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു വീഡിയോയിൽ. നെക്സ്റ്റ് പാർട്ടിൽ നമുക്കിനി വേർഡ് പ്രോബ്ലംസ്, ഇത് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ വേർഡ് പ്രോബ്ലംസ്, പിന്നെ നമ്മൾ ഓരോ ടൈപ്പ് വൈസ് ആയിട്ട് വീണ്ടും ഉണ്ടായിരിക്കും. അപ്പോൾ റേഷ്യോസ് കുറച്ച് പെർസെൻറ്റേജ് പോലെ വലിയ ചാപ്റ്റർ അല്ല, കുറച്ച് ചെറുതാണ്. അപ്പോൾ നമ്മൾ ഓരോ ടൈപ്പ് വൈസ് കുറച്ച് ടൈപ്പേ ഉള്ളൂ, അത് നമ്മൾ ക്ലിയർ ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചു പോകും. അപ്പോൾ ഇതുവരെ കണ്ടതിൽ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഇത് നിങ്ങൾ ഷെയർ ചെയ്യണം. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെക്കുക. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു ആൾ. ബൈ.